കൂട്ടുകാരെ, ഇത് സഫീർ അലി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡാഷ്ബോർഡിൽ വരുന്ന വാർണിംഗ് ലൈറ്റ്സിനെ കുറിച്ചും ഫ്യൂസിനെ കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇതിൽ ഒന്നാമതായിട്ടുള്ളത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിരിക്കുമ്പോൾ വരുന്ന ലൈറ്റാണ്. ഒന്നാമത്തത് എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്താൽ ആ ലൈറ്റ് വരുന്നതാണ്. രണ്ടാമത് വരുന്ന ബാറ്ററിയുടേതാണ്. ആൾട്ടർനേറ്ററിനോ ബാറ്ററിക്കോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ചാർജ് കറക്റ്റായിട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വാർണിംഗ് ലൈറ്റ് വരുന്നതാണ്. മൂന്നാമത് വരുന്നത് ടെമ്പറേച്ചറിൻ്റെയും ഓയിലിൻ്റെയാണ്. ടെമ്പറേച്ചർ കൂടിയാലോ ഓയിൽ കുറഞ്ഞാലോ ആ വാർണിംഗ് ലൈറ്റ് വരുന്നതാണ്. നാലാമത് പവർ സ്റ്റിയറിങ്ങിൻ്റെ സംബന്ധിച്ചുള്ളതാണ്. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്യൂസ് പോവുകയോ അല്ലെങ്കിൽ പവർ സ്റ്റിയറിങ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ വാർണിംഗ് ലൈറ്റ് വരുന്നതാണ്. ഈ വാർണിംഗ് ലൈറ്റ് വരുമ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്യൂസ് നോക്കിയാലും മതി. ചിലപ്പോൾ ഫ്യൂസ് പോയി കഴിഞ്ഞാലും ഈ ലൈറ്റ് ഓൺ ആകുന്നതാണ്. അഞ്ചാമതായി വരുന്നത് കൂടുതലും വരുന്നത് രണ്ട് കളറാണ് അതിൽ വരുന്നത്. അതിൽ ഓറഞ്ച് കളറ്, റെഡ് കളർ. ഓറഞ്ച് കളർ നമുക്ക് ഡ്രൈവ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. റെഡ് കളറാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം വണ്ടി, പിന്നെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതിൽ ഓറഞ്ച് കളർ കൂടുതലായിട്ട് വരുന്നത് ആക്സിലേറ്റർ പെഡലിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളപ്പോഴത്തേക്കാണ് വരുന്നത്. സെൻസർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്കാണ് ഈ ലൈറ്റ് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് റെഡാണ് കാണിക്കുന്നതെങ്കിൽ അത് ഇംപ്ലൈസർ സംബന്ധിച്ചാണ്. നമ്മൾ ഒരു സെൻസറുണ്ട്, കീ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, സെൻസർ വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ റെഡ് ലൈറ്റിൽ അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാതെ വരും. അങ്ങനെ 3 ഇത് ചേർന്നതാണ് ഇത് അഞ്ചാമത്തത്. കൂടുതലും നമ്മൾ ആക്സിലേറ്റർ പെഡലിൽ പ്രോബ്ലം ഉണ്ടെങ്കിലാണ് ഈ ലൈറ്റ് വരുന്നത്, അതിൻ്റെ സെൻസറിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇതിൽ ആറാമതായി കാണിക്കുന്നത് എൻജിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ കാണിക്കുന്ന വാർണിംഗ് ലൈറ്റാണ് ആറാമതായിട്ടുള്ളത്. അത് എൻജിൻ്റെ സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ECRന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം എല്ലാ ലൈറ്റും ഓഫായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓണായി തന്നെ നിൽക്കും. കാരണം എൻജിൻ സ്റ്റാർട്ടാവാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റും കൂടെയാണ്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആവുന്നതാണ്. ഏഴാമതായിട്ടുള്ളത് എയർ ബാഗിൻ്റെ ആണ്. എയർ ബാഗിന് എന്തെങ്കിലും സംബന്ധമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതാണ്. പിന്നെയുള്ള വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് അത് ABS ഉള്ള വണ്ടികൾക്ക് വരുന്ന ലൈറ്റാണ്. ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും ABS ഉണ്ട്. അത് ABS ബ്രേക്ക് സംബന്ധമായിട്ടുള്ള ABSന് എന്തെങ്കിലും പ്രോബ്ലം ഫ്യൂസ് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഓൺബോർഡ് കമ്പ്യൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് നമ്മളെ ഡിസ്പ്ലേയിൽ വരുന്ന ഡീറ്റെയിൽസ്, ട്രിപ്പ് മീറ്ററിൽ വരുന്ന ഡീറ്റെയിൽസാണ്. ഫസ്റ്റിൽ കിലോമീറ്ററാണ്, വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്നാണ്. ഇതൊരിക്കലും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വരുന്നത് ട്രിപ്പാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ യാത്രകൾക്ക് നമുക്ക് അത് റീസെറ്റ് ചെയ്ത് 0യിൽ കൊണ്ടുവന്ന് നമുക്ക് ആ എത്ര യാത്ര ചെയ്തു എന്നറിയാൻ പറ്റും. മൂന്നാമതായിട്ട് വരുന്നത് എത്ര ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്തു, അതായത് ലാസ്റ്റ് നമ്മൾ റീസെറ്റ് ചെയ്തതിന് ശേഷം എത്ര ഫ്യൂവൽ യൂസ് ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റും, ഒരു ആവറേജാണ്. നാലാമത്തെ വന്നിട്ട് ആവറേജ് മൈലേജ്, എത്ര നമുക്ക് ആ ട്രിപ്പിൽ ലാസ്റ്റ് റീസെറ്റ് ചെയ്തപ്പോഴുള്ള ട്രിപ്പിൽ എത്ര മൈലേജാണ് അത് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് വന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് എത്ര മൈലേജ് വരെ നമുക്ക് കിട്ടും എന്ന് കാണിക്കുന്നതാണ് അടുത്തത്. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, അതായത് ഫ്യൂവൽ എത്ര ബാക്കിയുണ്ട്, നമുക്ക് എത്രത്തോളം കിലോമീറ്റർ ഒരു ഏകദേശം പോകാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ അടുത്ത ഒരു പമ്പിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ലാസ്റ്റ് റെഡിലായിരിക്കും, ചിലപ്പം 80 കിലോമീറ്റർ വരെ കാണിക്കും. അപ്പം 80 കിലോമീറ്റർ നമുക്ക് ഓടാനുള്ള ഫ്യൂവൽ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു, ലാസ്റ്റ് റീസെറ്റ് ചെയ്തതിന് ശേഷം എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു എന്ന് കാണിക്കുന്നു. അതൊരു നമ്മൾ ഇപ്പം ട്രിപ്പ് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഇതും. പിന്നെ വന്നാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആവറേജ് സ്പീഡ്. നമ്മൾ ഇപ്പം എത്ര മണിക്കൂറിൽ എത്ര
വണ്ടി ഓടിയെന്ന് കാണിക്കുന്നതാണ്, എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പം ചില സമയത്ത് 60-ൽ പോകും, ചില സമയത്ത് 80-ൽ പോകും, ചില സമയത്ത് 20-ൽ പോകും. അത് ആവറേജ് നമുക്ക് എത്ര ഒരു സ്പീഡിൽ പോയി എന്ന് കാണിക്കും. ഇപ്പം കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് 30-40 ആ ഒരു ആവറേജ് സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ മൈലേജും മറ്റുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് റീസെറ്റ് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് സ്വിച്ചിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ മതി. എന്ത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ട്രിപ്പ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് 0-ലേക്ക് വരികയും, 0 വരില്ല, ഒരു മറ്റേ ഒരു മൈനസ് എന്നുള്ള രീതിയിൽ വരികയും അത് റീസെറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്യൂസ് ബോക്സ് എവിടെയാണ് ഇരിക്കണതെന്ന് നോക്കാം. ഫ്യൂസ് ബോക്സിന് ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിനെ പതുക്കെ മെല്ലെ ലോക്ക് പൊട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്താണ് ഫ്യൂസുകൾ ഇരിക്കുന്നത്. ഇതാണ് ഫ്യൂസ് ബോക്സ്. ഇതിനകത്ത് നോക്കി നമുക്ക് ഫ്യൂസിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇതിന് മുന്നേ ഉള്ള പിക്ചറിൽ നമ്പർ